നമസ്കാരം. ഇന്നൊരു ഓഡിയോ ക്ലാസ് ആണ് കേട്ടോ. അപ്പം ടൈപ്പ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു ഓഡിയോ ക്ലാസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് ഇത് അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോഴായാലും എവിടെയെങ്കിലും ഒന്ന് ഓണാക്കി വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഏകതാസ്ഥൽ എന്നറിയപ്പെടുന്നത് ആരുടെ സമാധി സ്ഥലമാണ്? ഏകതാസ്ഥൽ എന്നറിയപ്പെടുന്നത് ആരുടെ സമാധി സ്ഥലമാണ്? ആൻസർ മാത്രമാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്, ഓപ്ഷൻ പറയുന്നില്ല. ആൻസർ മാത്രമാണ് പറയുന്നത്. ഏകതാസ്ഥൽ എന്നറിയപ്പെടുന്നത് ആരുടെ സമാധി സ്ഥലമാണ്? സെയിൽ സിംഗിന്റെ. ആരുടെയാണ്? സെയിൽ സിംഗ്. ഏകതാസ്ഥൽ സെയിൽ സിംഗ്. അടുത്ത ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? റോക്ക് ഗാർഡൻ എവിടെയാണ്? റോക്ക് ഗാർഡൻ മലമ്പുഴയാണ്. എവിടെയാണ്? മലമ്പുഴ. അടുത്ത ക്വസ്റ്റ്യൻ: മാൽഗുഡി ഡേക്ക് ആരുടെ കൃതിയാണ്? മാൽഗുഡി ഡേക്ക് ആരുടെ കൃതിയാണ്? R.K. നാരായണന്റെ കൃതിയാണ്. മാൽഗുഡി ഡേക്ക് ആരുടെ കൃതിയാണ്? R.K. നാരായണൻ. അടുത്ത ക്വസ്റ്റ്യൻ: ഹോക്കിയുമായി ബന്ധപ്പെട്ടത് ആഗാഖാൻ കപ്പ്. ഹോക്കിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ആഗാഖാൻ കപ്പ്. ആഗാഖാൻ കപ്പ്. ഇന്ത്യയുടെ 28ാം സംസ്ഥാനമായി ജാർഖണ്ഡ് നിലവിൽ വന്നത് 2000. ഇന്ത്യയുടെ 28ാം സംസ്ഥാനമായി ജാർഖണ്ഡ് നിലവിൽ വന്നത് 2000. അടുത്ത ചോദ്യം: ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനൽ. ഏതാണ്? 10 ഡിഗ്രി ചാനൽ. അടുത്ത ക്വസ്റ്റ്യൻ: ഡൽഹി ദേശീയ തലസ്ഥാനമാക്കിയ വർഷം. ഡൽഹി ദേശീയ തലസ്ഥാനമാക്കിയ വർഷം 1992. 1992. ഡൽഹി ദേശീയ തലസ്ഥാനമാക്കിയ വർഷം എന്നാണ്? 1992. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ. ദേശീയ ജലജീവി ഏതാണ്? ഗംഗ ഡോൾഫിൻ. അടുത്ത ക്വസ്റ്റ്യൻ: ക്ലോണിങ്ങിലൂടെ പിറന്ന ആടിന്റെ പേരെന്ത്? ഡോളി. ക്ലോണിങ്ങിലൂടെ പിറന്ന ആടിന്റെ പേരാണ് ഡോളി. അടുത്ത ക്വസ്റ്റ്യൻ: കിഴക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ലോകതക്. കിഴക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ലോകതക്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതൊക്കെ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? ശ്രീനഗർ, കന്യാകുമാരി. ഏതാണ്? ശ്രീനഗർ, കന്യാകുമാരി. അടുത്ത ക്വസ്റ്റ്യൻ: ആഗ്ര കോട്ട നിർമ്മിച്ചത്? അക്ബർ. ആഗ്ര കോട്ട നിർമ്മിച്ചത് ആരാണ്? അക്ബർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: പട്ടാളത്തിലേക്ക് സ്ത്രീകളെ നിർബന്ധിച്ച് തിരഞ്ഞെടുക്കുന്ന രാജ്യം. ഇസ്രായേൽ. പട്ടാളത്തിലേക്ക് സ്ത്രീകളെ നിർബന്ധിച്ച് തെരഞ്ഞെടുക്കുന്ന രാജ്യം ഏതാണ്? ഇസ്രായേൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: മോൾ ഡേ അല്ലെങ്കിൽ മോൾ ദിനമായി ആചരിക്കുന്ന ദിവസം. ഒക്ടോബർ 23. മോൾ ഡേ. മോൾ ഡേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അവഗാഡോ പഠിച്ചിട്ടില്ലേ? അവഗാഡോ നമ്പർ ഒക്കെ പഠിച്ചിട്ടില്ലേ? 1 മോൾ എന്ന് പറഞ്ഞ അവഗാഡോ നമ്പർ തുല്യമാണെന്ന് പറഞ്ഞിട്ട് അവഗാഡോ നമ്പർ ഏതാണ്? അല്ലെങ്കിൽ 1 മോൾ ഈക്വൽ ടു എത്രയാണ്? 6.022 × 10⁻23 ആണ് അല്ലേ? അതാണ് കേട്ടോ അവിടെ പറഞ്ഞേക്കുന്നത്. അടുത്ത ചോദ്യം: പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏതാണ്? പുല്ലുവർഗത്തിലെ ഏറ്റവും വലിയ സസ്യം ഏതാണ്? മുളയാണ്. അടുത്ത ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറാകുന്ന ആദ്യ മലയാളി ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ: നികുതികളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? നികുതി. ആർട്ടിക്കിൾ 265. നികുതികളെ കുറിച്ചിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 265. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലെടുക്ക്. പാക് കടലെടുക്ക്. ഇന്ത്യയെ ശ്രീലങ്കയിൽ നിന്നും വേർതിരിക്കുന്ന കടലെടുക്ക് ഏതാണ്? പാക് കടലെടുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ: ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ. ദേശീയ ഗാനത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ആരാണെന്ന്? ക്യാപ്റ്റൻ രാം സിംഗ്
താക്കൂർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INC-യുടെ രൂപീകരണ സമയത്ത് ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ക്രോസ് പ്രഭു ആയിരുന്നു. അപ്പൊ നമ്മൾ 20 ചോദ്യങ്ങളാണ് കേട്ടോ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.